ആണ് ഷാഫി പറമ്പിലും DCC പ്രസിഡന്റും അങ്ങോട്ട് ചെന്നത്. അവർ കൊയിലാണ്ടിയിൽ ഇപ്പോൾ ഞാൻ നേതൃത്വം നൽകുന്ന ശബരിമല യാത്രയുടെ വിജയത്തിന് വേണ്ടിയുള്ള യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിവരറിഞ്ഞപ്പോഴാണ് യോഗം നിർത്തിവെച്ച് അവരങ്ങോട്ട് ചെല്ലുന്നത്. അതിനുശേഷമുള്ള സംഭവങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു MP-യെ യാതൊരു മര്യാദയും കൂടാതെയാണ് പോലീസ് തല്ലിയത്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം, ഇന്നലെ സത്യം പറഞ്ഞാൽ പോലീസ് ഇത്രയേറെ ഒരു തെറ്റായ സമീപനം, അതാണ് ഇന്നലത്തെ കുഴപ്പങ്ങളുടെയൊക്കെ കാരണം. ഇന്നലെ പേരാമ്പ്ര നഗരത്തിൽ UDF-ൻ്റെ ഹർത്താലായിരുന്നു. ഹർത്താലിൻ്റെ കാരണം മിനിഞ്ഞാന്ന് നടന്ന പേരാമ്പ്ര CKG കോളേജ് ഇലക്ഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 സ്ഥാനങ്ങളിൽ KSC വിജയിച്ചു. ആ വിജയത്തിൽ ഹാലിളകിയ SFI ആണ് കുഴപ്പങ്ങളുണ്ടാക്കിയത്. അതിൻ്റെ പേരിൽ കോളേജിലൊക്കെ ഉണ്ടായ സംഘർഷങ്ങളാണ് ഇന്നലെ ഹർത്താലിലേക്ക് വഴിവെച്ചത്. ഇന്നലെ കാലത്ത് 6 മണി മുതൽ 5 മണി വരെയായിരുന്നു, വൈകുന്നേരം 5 മണി വരെയായിരുന്നു ഹർത്താൽ. ആ ഹർത്താൽ കഴിഞ്ഞ ഉടനെ CPM-ന് പ്രകടനം നടത്താൻ അനുവാദം കൊടുത്തു. അത് തന്നെ ശരിയായിട്ടുള്ള സമീപനമല്ല. കാരണം UDF-ൻ്റെ ഹർത്താൽ കഴിഞ്ഞ ഉടനെ CPM-ന് പെർമിഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘർഷ സാധ്യത ഉണ്ടാകും എന്ന് പോലീസ് മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ പെർമിഷൻ കൊടുത്തു. പോലീസ് എസ്കോർട്ടോടുകൂടിയിട്ട് തന്നെ വരെ പ്രകടനം പൂർത്തിയായി 6 മണിക്ക്. പക്ഷെ 6 മണിക്ക് UDF-ൻ്റെ പ്രകടനം ആരംഭിച്ചപ്പോൾ പോലീസ് തടഞ്ഞു. പറഞ്ഞ കാരണം CPM-ൻ്റെ ഓഫീസിൽ 50ഓളം ആളുകൾ ആയുധങ്ങളുമായി നിൽക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് പോരുന്നു. സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്ക് വികാരം ഉണ്ടാവുമല്ലോ. കാരണം ഇത്രയേറെ സംഘർഷങ്ങൾക്ക് ശേഷം CPM-ൻ്റെ പ്രകടനം നടത്താൻ പെർമിഷൻ കൊടുക്കുകയും കോൺഗ്രസിൻ്റെ UDF-ൻ്റെ പ്രകടനത്തിനോട് അങ്ങോട്ട് പോകരുതെന്ന് പറയുകയും ചെയ്തപ്പോൾ അതിനെതിരായിട്ട് പ്രതിഷേധം ഉണ്ടായി. ശരിയാണ്. അതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ അത് തടയാൻ ആണ് ഷാഫി പറമ്പിലും DCC പ്രസിഡന്റും അങ്ങോട്ട് ചെന്നത്. അവർ കൊയിലാണ്ടിയിൽ ഇപ്പോൾ ഞാൻ നേതൃത്വം നൽകുന്ന ശബരിമല യാത്രയുടെ വിജയത്തിന് വേണ്ടിയുള്ള യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിവരറിഞ്ഞപ്പോഴാണ് യോഗം നിർത്തിവെച്ച് അവരങ്ങോട്ട് ചെല്ലുന്നത്. അതിനുശേഷമുള്ള സംഭവങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു MP-യെ യാതൊരു മര്യാദയും കൂടാതെയാണ് പോലീസ് തല്ലിയത്. ഇന്നിപ്പോൾ ഷാഫി ഓപ്പറേഷൻ കഴിഞ്ഞ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ICU-ലാണ്. മാത്രമല്ല ശ്വാസം വിടാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത അവസ്ഥയാണ്. ഒരു ജനപ്രതിനിധി എത്രയേറെ ക്രൂരമായി തല്ലുകയും CPM-ന് പ്രൊട്ടക്ഷൻ നൽകുകയും UDF യോഗത്തിനെ കലക്കാൻ നോക്കുകയും ചെയ്ത പോലീസ് ഇതിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം വരുത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസും UDF-ഉം ഇതിനെ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് തുടർ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും. അതുകൊണ്ട് MP-യോട് ചെയ്ത ഒരു MP-ക്ക് പോലെ ഈ സംസ്ഥാനത്ത് രക്ഷയില്ല എന്നുള്ള ഒരവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. CPM-ന് എന്തും ചെയ്യാം. അവർ ചെയ്യുന്ന ഏത് വൃത്തികേടിനും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. കോൺഗ്രസോ UDF-ഓ ഒരു പ്രതിഷേധം പോലും നടത്തിക്കൂടാ. അത് MP ആണെങ്കിലും MLA ആണെങ്കിലും ഇതൊക്കെയാണ് അവസ്ഥ എന്നതാണ് ഇന്ന് കേരളത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം. പക്ഷേ UDF ഇത് വളരെ ഗൗരവത്തിൽ കാണും, ശക്തമായുള്ള സമരത്തിന് നേതൃത്വം നൽകും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, പ്രത്യേകിച്ച് DYSP ആണ് കുഴപ്പങ്ങളുടെ മുഖ്യ കാരണം. അയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സസ്പെൻഷനിൽ കുറഞ്ഞ ഒരു തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കില്ല.